4Gയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടെക്നോളജി വാർത്തകളിൽ നിന്നാണ് ഇത്തവണയും 4G തുടങ്ങുന്നത്. ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സുക്കർബർഗിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഇത്തവണ ടെക്നോളജി വാർത്തകൾ തുടങ്ങുന്നത്. ഒരു കൺഗ്രാജുലേറ്ററി നോട്ട് അല്ലെങ്കിൽ ഒരു അഭിനന്ദന സന്ദേശമാണ് ഒരു FB പോസ്റ്റായി മാർക്ക് സുക്കർബർഗ് ഇട്ടിരുന്നത്. എന്തായിരുന്നു മീഡിയ ലാബ്സിൻ്റെ ഈ നേട്ടം? 20 Gbps സ്പീഡിൽ 13 കിലോമീറ്റർ ദൂരത്തേക്ക് ഡാറ്റ ബീം ചെയ്ത റെക്കോർഡാണ് മീഡിയ ലാബ്സ് സ്ഥാപിച്ചിരിക്കുന്നത്. Gbps എന്നത് വളരെ വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ചും ഡാറ്റ ട്രാൻസ്മിഷനിൽ അല്ലെങ്കിൽ ഡാറ്റ ബീമിങ്ങിൽ. പക്ഷേ ഇതുകൊണ്ട് എന്താണ് ഫേസ്ബുക്ക് അർത്ഥമാക്കുന്നത്? അതിനുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ നേട്ടത്തെ പ്രസക്തമാക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ 4Gയുടെ പല എപ്പിസോഡ്സിലും ചൂണ്ടിക്കാണിച്ച വാർത്തയായിരുന്നു ഫേസ്ബുക്കിൻ്റെ പുതിയ ഒരു ഇനിഷ്യേറ്റീവ്. അതായത് ലോകത്തെ ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്ത വിദൂര സ്ഥലങ്ങളിലേക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനായിട്ട് ഫേസ്ബുക്കിൻ്റെ ഒരു ഡ്രോൺസ്, അതായത് പൈലറ്റില്ല വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു വലിയ പദ്ധതി. അക്വില എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡ്രോൺ പ്രോജക്റ്റ് അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥമാകുന്നതിലേക്ക്, റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാർക്ക് സുക്കർബർഗ് വെളിപ്പെടുത്തിയത്. GCS flight line. Flight line GCS go. Gusting 5 knots. 7 knots off the nose right now. GCS flight line. Please be advised the winds are shifting. We're moving. Commands are coming up. 30%, 40, 50. Please. Full throttle. This thing has the wingspan of an airliner and is going to fly on roughly the power of 3 blow dryers. We're getting excellent autopilot performance. It's behaving exactly as modeled. About time to start that lap. Yeah, coming out. Yeah. Right. Copy, 1 moment. Working it. Things are looking great. The airplane's performing beautifully. We're doing great. Press on. Right hand turn to 250. 20 Gbps സ്പീഡിൽ ഇത്തരത്തിൽ 13 കിലോമീറ്റർ ദൂരത്തേക്ക് ഡാറ്റ ബീം ചെയ്യാനുള്ള ടെക്നോളജി ഫേസ്ബുക്ക് ആർജിച്ചു കഴിഞ്ഞു എന്നതിനർത്ഥം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ വിദൂര സ്ഥലങ്ങളിൽ, ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്ത വിദൂര സ്ഥലങ്ങളിൽ പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് വരാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. Gbps എന്നത് ഒരു ബ്രോഡ്ബാൻഡിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ പ്രശ്നം അവിടെ കിടക്കുന്നത് 13 കിലോമീറ്റർ എന്നതാണ്. ഏതായാലും ഈ ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഇൻ്റർനെറ്റ് പദ്ധതിക്ക് 13 കിലോമീറ്ററിലേറെ ദൂരം ഡാറ്റ ബീം ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിനകം തന്നെ 13 കിലോമീറ്റർ എന്ന നേട്ടം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിൽ കൂടുതൽ ദൂരത്തേക്ക് ഡാറ്റ ബീം ചെയ്യാൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ എഞ്ചിനീയർമാർ എത്തിച്ചേരുന്ന കാലം അധികം വിദൂരമല്ല. ഗൂഗിളിൻ്റെ പ്രോജക്റ്റ് ലൂൺ, അതായത് ഹീലിയം ബലൂണുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ലോകത്തെ വിദൂരമായ സ്ഥലങ്ങളിൽ, ലോകത്ത് ആഫ്രിക്ക അടക്കമുള്ള ഭൂഖണ്ഡങ്ങളിലെ വിദൂര സ്ഥലങ്ങളിൽ ഇൻ്റർനെറ്റ് എത്തിക്കുക എന്ന ഗൂഗിളിൻ്റെ പ്രോജക്റ്റിന് പിന്തുടർന്നാണ് ഫേസ്ബുക്കും ഇതുപോലെ ഡ്രോൺസ് ഉപയോഗിച്ച്, പൈലറ്റില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് ലോകത്തെങ്ങും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്നൊരു തരത്തിലേക്ക് ചിന്തിച്ച് തുടങ്ങിയത്. പ്രോജക്റ്റ് ലൂൺ ഇതിൻ്റെ പരീക്ഷണഘട്ടം കടന്നു കഴിഞ്ഞു. ശ്രീലങ്കയിലടക്കം പരീക്ഷണം നടന്നു കഴിഞ്ഞു. ന്യൂസിലൻഡിലായിരുന്നു ആദ്യ പരീക്ഷണഘട്ടം. അത് നിലവിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയും പ്രശ്നം ഗവൺമെൻറ്റുകളുമായിട്ട് കരാറിൽ എത്തുക എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതുവരെ ഗൂഗിളിന് അത്തരത്തിലൊരു കരാറിലെത്താൻ കഴിഞ്ഞിട്ടില്ല.
പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. ഒരു പരമാധികാര രാജ്യത്തിന് മേൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ബലൂണുകൾ യഥേഷ്ടം പറന്നു നടക്കുക എന്നുള്ളത് ഒരുപാട് നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ അതേ ഗവൺമെൻറ്റുകൾക്കും ആ രാജ്യത്തെ ജനതയ്ക്കും ഒരുപക്ഷെ ഉന്നയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതാത് ഗവൺമെൻറ്റുകളുമായി ഒരു ധാരണയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ മുന്നിലും ഫേസ്ബുക്കിന് മുന്നിലും ഉള്ള കടമ്പകൾ. ഏകദേശം 60,000 അടി ഉയരത്തിലാണ് ഈ വിമാനങ്ങൾ പറന്നു നടക്കുക. സോളാർ പവറിലാണ് ഈ വിമാനങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതായത് പകൽ നേരം അതിൻ്റെ സോളാർ ബാറ്ററികളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഊർജ്ജം മതിയാകും അതിന് ഒരു രാത്രി മുഴുവൻ പറക്കാൻ. അങ്ങനെ 90 ദിവസങ്ങൾ അടുപ്പിച്ച് നിലത്തിറങ്ങാതെ പറന്നു നടക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾ തന്നെയാണ് ഫേസ്ബുക്ക് പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനം. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഊർജ്ജം മാത്രമേ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എനർജി കൺസംഷനിലൂടെ തന്നെ വേണം ഈ ഇൻ്റർനെറ്റ് ഇത്തരത്തിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് നൽകുവാൻ. അത് ഡാറ്റ ട്രാൻസ്മിഷനായാലും അല്ലെങ്കിൽ ഡാറ്റ ബീമിങ്ങിനായാലും വളരെ കുറഞ്ഞ ഊർജ്ജം മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ. കാരണം സോളാർ സംഭരണികളിൽ അല്ലെങ്കിൽ സോളാർ ബാറ്ററികളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഊർജ്ജം ഏറെയും വിമാനത്തിന് പറക്കാനുള്ളതാണ്. അവിടെയാണ് നേരത്തെ നമ്മൾ മീഡിയ ലാബ്സിൻ്റെ ഈ നേട്ടത്തെക്കുറിച്ച് മാർക്ക് സുക്കർബർഗ് FB പോസ്റ്റിലിട്ട മെസ്സേജിൻ്റെ അല്ലെങ്കിൽ സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കേണ്ടത്. അതിൽ പറയുന്നുണ്ട് 13 കിലോമീറ്റർ ദൂരത്തേക്ക് 20 Gbps ഡാറ്റ ബീം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന അത്രയും ഊർജ്ജം മാത്രം ചിലവഴിച്ചാണ് എന്നുള്ളതാണ്. അതായത് വളരെ കുറഞ്ഞ ഒരു ബൾബ് കത്താൻ വേണ്ടി വരുന്ന ഊർജ്ജം എത്രയോ അത്ര മാത്രമേ ഉള്ളൂ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മീഡിയ ലാബ്സിലെ എഞ്ചിനീയർമാർക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളൂ ഈ ദൂരത്തേക്ക് ഇത്രയധികം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബീം ചെയ്യാൻ. അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നാഴികക്കല്ല് എന്ന് പറയേണ്ടി വരുന്നത്. ഒരു ബോയിങ് 737 വിമാനത്തേക്കാൾ കൂടുതൽ ചിറകുകൾക്ക് നീളമുള്ള അല്ലെങ്കിൽ വിങ് സ്പാനുള്ള വിമാനങ്ങളാണ് അക്യുല പ്രോജക്റ്റിൽ എത്തുന്നത്. 141 അടിയാണ് ഈ വിമാനത്തിൻ്റെ വിങ് സ്പാൻ അല്ലെങ്കിൽ ചിറകുകളുടെ മൊത്തം നീളം. പക്ഷേ ഈ വിമാനത്തിൻ്റെ മുഴുവൻ ഭാരമാകട്ടെ ഒരു പിയാനോയിലും കുറവുമാണ്. എന്ന് മാത്രമല്ല വളരെ കുറഞ്ഞ സ്പീഡിലാണ് ഈ വിമാനങ്ങൾ സഞ്ചരിക്കുക. ഒരു സാധാരണ വിമാനം സഞ്ചരിക്കുന്നതിലും എത്രയോ കുറഞ്ഞ സ്പീഡിൽ. അങ്ങനെ നോക്കുമ്പോൾ വിമാനത്തിൻ്റെ പറക്കലിനും ഈ ഡാറ്റ ബീമിങ്ങിനും വേണ്ടി വളരെ കുറച്ച് ഊർജ്ജം മാത്രമേ ചിലവഴിക്കേണ്ടി വരുന്നുള്ളൂ എന്നത് തന്നെയാണ് ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ സർക്കബർഗിൻ്റെ വാക്കുകളിലെ ആഹ്ലാദത്തിന് കാരണം. അക്യുല എന്ന ഈ വിമാനങ്ങൾ ഏറെക്കുറെ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അവയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വയാശ്രിതമാണ്. എങ്കിൽ പോലും ഒരു ക്രൂ ഉണ്ടാകണം ഗ്രൗണ്ടിൽ. അതിൽ വിദൂരമായിട്ട് ഈ വിമാനത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ദിശ നിർണ്ണയിക്കുന്ന പൈലറ്റ്സ്മാർ, ഒപ്പം തന്നെ മറ്റ് ടെക്നീഷ്യൻസ്, എഞ്ചിനീയർമാരടങ്ങുന്ന ഒരു ചെറിയ സംഘം പേർ താഴെ ഉണ്ടാകണം. എങ്കിൽ പോലും ഒരു ഇൻ്റർനെറ്റ് സർവീസിന് വേണ്ടിയിട്ട് അത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വൻ തുക ചിലവാക്കി നിർമ്മിക്കേണ്ടി വരുന്ന പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ തുച്ഛമായിട്ട് അല്ലെങ്കിൽ വളരെ മീഗറായിട്ടുള്ള ചിലവ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതുതന്നെയാണ് ഈ ഇൻ്റർനെറ്റ് പദ്ധതിയുടെ ആകർഷണവും. ഈ പദ്ധതിയുടെ മറ്റൊരു മെച്ചം ഇതിൻ്റെ സ്പീഡാണ്, ഇൻ്റർനെറ്റ് സ്പീഡാണ്. അതായത് ഫൈബേഴ്സിൻ്റെ സഹായമില്ലാതെ ഫൈബർ നെറ്റ്വർക്കിൽ കിട്ടുന്ന അതേ സ്പീഡുള്ള ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട് ഈ വിമാനങ്ങൾക്ക്. എന്ന് മാത്രമല്ല ഇതിന് 48 കിലോമീറ്റർ റേഡിയസിലേക്ക് ഈ ഇൻ്റർനെറ്റ് ബീംസ് എത്തിക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും. അതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് 48 കിലോമീറ്ററാണ്. അത് സാമാന്യം വളരെ വലിയൊരു ഏരിയയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എടുത്തു പറയേണ്ടത് ഈ വിമാനങ്ങൾക്ക് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വായുവിൽ തങ്ങി നിൽക്കാനുള്ള കഴിവാണ്. 90 ദിവസം വരെ ഒറ്റയടിക്ക് നിലത്തിറങ്ങാതെ ഈ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയും. അതാണ് ഇതിനെ ഏതൊരു പദ്ധതിയേക്കാൾ കൂടുതൽ പ്രായോഗികമാക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ടെലികോം കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് എങ്ങനെ ഇതിൻ്റെ മെച്ചം ഉപയോഗപ്പെടുത്താൻ കഴിയും? അതുതന്നെയാണ് ഇപ്പോഴത്തെ ചിന്താവിഷയവും. തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തിൽ അതിൻ്റെ വിദൂരമായ എല്ലാ മേഖലകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് എത്തിക്കണമെങ്കിൽ ഏതൊരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനും അല്ലെങ്കിൽ ഒരു ടെലികോം കമ്പനിക്കും അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടി വരും. ഇത് വളരെ വലിയൊരു ചിലവാണ്. ഒരുപക്ഷെ അതിനനുസരിച്ചൊരു ലാഭം ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് അല്ലെങ്കിൽ ഈ കമ്പനികൾക്ക് ലഭിക്കണമെന്നുമില്ല. അവിടെയാണ് ഫേസ്ബുക്കിൻ്റെ ഈ പദ്ധതിയുടെ പ്രയോജനം വരുന്നത്. കുറഞ്ഞ മുതൽ മുടക്കിൽ ഇൻ്റർനെറ്റ് സർവീസ് ലഭ്യമാക്കാമെന്നൊരു സാധ്യതയാണ്
തീർച്ചയായിട്ടും ഫേസ്ബുക്കിൻ്റെ അക്വില എന്ന ഈ ഡ്രോൺ പ്രോജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഐഡിയ സെല്ലുലാർ സർവീസ്, എയർടെൽ അല്ലെങ്കിൽ വോഡാഫോൺ പോലെയുള്ള കമ്പനികൾക്കെല്ലാം ഇൻ്റർനെറ്റ് സർവീസ് ഈ ഒരു മാർഗത്തിലൂടെ ലഭ്യമാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ ഇൻ്റർനെറ്റ് സർവീസ് രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന റിലയൻസ് പോലെയുള്ള കമ്പനികളുടെ മുന്നേറ്റം തടയാൻ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ സെല്ലുലാറിനോ അല്ലെങ്കിൽ എയർടെലിനോ വോഡാഫോണിനോ ഒക്കെ കഴിയും ഫേസ്ബുക്കിൻ്റെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ. അത്തരത്തിൽ ഈ സേവനം പ്രയോജനപ്പെടുത്താൻ ഈ കമ്പനികൾക്ക് കഴിയുമോ? അതിനുവേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുകൾ, അതിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുകൾ ഉണ്ടാകുമോ? ഇത് മാത്രമേ ഉള്ളൂ ഇനി കാത്തിരുന്ന് കാണാൻ. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജനപ്രിയ മോഡലായി മാറിയ OnePlus 3ക്ക് പിൻഗാമി എത്തുന്നു, OnePlus 3T. ഈ നവംബർ 22-നാണ് US OnePlus 3T ലോഞ്ച് ചെയ്യുന്നത്. അതേ തുടർന്ന് ഇന്ത്യയിലും വലിയ താമസമില്ലാതെ ഈ ഫോൺ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ. എന്തായാലും വളരെ ഒരു സീരിയസ് പ്ലെയറായി മാറുകയാണ് ഈ ചൈനീസ് കമ്പനി ഈ OnePlus 3Tയുടെ ലോഞ്ചോടുകൂടി. ഇപ്പോൾ തന്നെ ഓൺലൈനിൽ വളരെയധികം ഡിമാൻഡാണ് OnePlus 3ക്ക് ഉള്ളത്. ഒരുപക്ഷെ ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന തരത്തിൽ സപ്ലൈ നൽകാൻ പോലും കമ്പനിക്ക് കഴിയുന്നില്ല. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് വളരെ ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെ OnePlus 3 വൈൻഡപ്പ് ചെയ്തതിനു ശേഷം OnePlus 3T എന്ന ഒരു പുതിയ മോഡൽ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് മോഡൽ വിപണിയിലെത്തിക്കാൻ OnePlus 3 അല്ലെങ്കിൽ OnePlus തീരുമാനിച്ചിരുന്നത്. അതൊരു വളരെ വിവേകപൂർണ്ണമായ തീരുമാനമാണ് ആയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിപണി വൃത്തങ്ങൾ കാണുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് വളരെ ജനപ്രിയ മോഡൽ അല്ലെങ്കിൽ ജനപ്രിയ ബ്രാൻഡ് ആയി മാറുകയായിരുന്നു OnePlus ഫോണുകൾ. OnePlus 3ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ OnePlus 3T കൂടി എത്തുന്നതോടെ ഇപ്പോൾ വിപണിയിൽ നിലവിലുള്ള ഒരു ഇക്വേഷൻസിനെ ഒക്കെ മാറ്റിമറിക്കാൻ OnePlus 3Tക്ക് കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ.